ഒരു തൊട്ടി വെള്ളം കോരാനുള്ള കഴിവില്ല. ഇപ്പൊ ആ കപ്പിയും കയറും കൂടെ കച്ചക്കാൻ വലിച്ചു പോയി. എന്തിനാണ് നല്ല പവതി കുനിഞ്ഞങ്ങോട്ട് തൂരിർക്ക. തൂത്തട മൊത്തം കരിയില്ല. നിന്നെ കൊണ്ട് അതിനും പറ്റൂലേ? നിങ്ങൾക്ക് ഇന്റെ കുഴപ്പം. നിങ്ങൾക്ക് നടുവിലും കയ്യിലും കുരുവാ. നിങ്ങൾക്ക് നിങ്ങളെ മോളെ വീട്ടിൽ പോയി തൂക്കാനും ഇങ്ങനെയാവുമല്ലേ? ഇത് സമ്മതിക്കൂല. പുള്ളി കൈ മുറിഞ്ഞത്. മക്കളെ അമ്മക്ക് കിഴങ്ങരിയാടാ. ഒരു മുറി തേങ്ങയുടെ മൊത്തം ചക്രവാരത്തിന് ചെറുക്കന് അത് നേരെ ചെയ്യാം. നിങ്ങൾക്ക് ചെയ്തു മക്കളെ തിരുവിതാടാ. സ്നേഹം. ഓ കൈ മുറിഞ്ഞ വാരി ഉപ്പുപുളിയെക്കാളും ഞാൻ ചോറുണ്ടാകുകയായിരുന്നു. അമ്മ ഇതുപോലെ ചമ്മന്തി അരിക്കാന്. മക്കളെ മതി മക്കളെ. ഇത്തിരി കിഴങ്ങും കൂടെ അരിഞ്ഞാടാ. ഇനി കിഴങ്ങരിക്കാനാ? ഞാൻ അരിഞ്ഞു തരാം. പക്ഷെ എന്റെ കൊട്ടേഷൻ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ ഇത് ഭയങ്കര കയ്പ് കേട്ടോ. അത് 2 കൊല്ലം തൂക്കി വെക്കും. അല്ലാതെ ഒരു രക്ഷയില്ല. ഇത് ഭയങ്കര കയ്പ്. കയ്യാ കഴിക്കും. പിരിക്കൊന്നും വാങ്ങിയാക്കോ? തണല് വാങ്ങിയാക്കോളൂ. ഉണ്ടാക്കാക്കൂല. വാങ്ങിയാക്കാൻ ആ മെമ്പറെ എങ്ങനെയെങ്കിലും അവളെ വിളിച്ചോണ്ട് വന്നേ പറ്റൂ. ഇവിടെ ആകെ പ്രശ്നമാണ്. കിളവി ഞാനും കൂടെ ഒരു വിധത്തിലും ചേരാത്തൊരവസ്ഥയുണ്ട്. എന്താ ഓ തെറ്റെല്ലാം എൻ്റെ ഭാഗത്ത് തന്നെ. ഞാൻ എല്ലാം സമ്മതിക്കാം. അവളെ കാല് വേണമെങ്കിലും പിടിക്കാം. വിളിച്ചോണ്ട് വന്നേ പറ്റൂ. നാളെ കാലത്ത് നമുക്ക് അവിടം വരെ ഒന്ന് പോയാണ്ട്. എന്താ ഓ ഞാൻ കാലത്ത് വരാം. വലിയ ഉപകാരം മെമ്പറെ, വലിയ ഉപകാരം. പണ്ടുള്ളവർ പറയണത് ശരിയാണ്. ഭാര്യ ഉള്ളപ്പോൾ ഭാര്യയുടെ വില അറിഞ്ഞൂടാ. നല്ല മെമ്പറെ വിളിച്ചോണ്ട് പെണ്ടാറ്റെ വിളിക്കാൻ പോയിട്ട് എന്തരായി? എന്തെങ്കിലും മഹാറാണി എഴുന്നുള്ളൂ ഇങ്ങോട്ട്? അമ്മ ഇവിടുന്ന് ഇള്ളുകൂളം ദൂരമല്ലേ ഉള്ളു. നിങ്ങൾക്കൊന്നും പോയി തിരയിക്കൂടെ? എന്റെ പട്ടി പോവും. അവളെ അടച്ചതിനകത്തൊന്നും ഞാൻ കയറൂല. ഏമ്മ നിങ്ങൾക്ക് ഈ നാക്കും വെച്ചോണ്ട് ചുമ്മാ ഇരുന്നൂടെ? നിങ്ങൾ അവളെ കുടുംബക്കാരെ മുഴുക്ക വക്കുവട്ടുമാരാണെന്ന് വിളിച്ചു പറഞ്ഞ. നിനക്ക് എന്തിനാ എടുക്ക? അച്ഛനാണോ അമ്മച്ചാണോ ആറ്റുമ്മച്ചാണോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലേ. പിന്നെ എന്തായിരുന്നു അവര് കള്ളം പറയണ? അവളെ ചേച്ചിയുടെ ഭർത്താവിന്റെ അച്ഛൻ മരിച്ച് സഞ്ചാരത്തിന് പോയപ്പം അവിടുന്ന് കിട്ടിയ രസോടെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് പറഞ്ഞത്? ഓ അതാ അവളെ കുടുംബക്കാരൊക്കെ ഉളുമ്പില്ലാത്തവന്മാര് എന്നെന്ന് ഞാൻ ചോദിച്ചു. അല്ലാതെ കമാന്നൊരാശ്വരം ഞാൻ വേണ്ടിയിട്ടില്ല. കുടുംബം വക്കുവൊക്കെ ഒന്നേ തന്നെ. നിങ്ങൾ എന്തിനു എച്ചി വഴക്കിന് പോണത്? നിങ്ങൾക്ക് ഞാൻ 500 രസവട വാങ്ങിച്ചു എന്നല്ലേ? വയക്കിന് വയക്കണി ചോദിച്ചാൽ എച്ചി വഴക്ക പോടെ വെങ്കോണ്ടാ. സഞ്ചാരത്തിന് അവളെ അപ്പച്ചി ഞാനും അപ്പുറം അപ്പുറം തിന്നണ്. അവർക്ക് നല്ല വേടാല ഇഡലിയും പഴവും രസവടെ. എനിക്ക് വക്ക് പൊട്ടിയത് മുറിഞ്ഞത്. പിന്നെ എനിക്ക് ചോദിക്കണ്ടേ? പിന്നെ കണിഷായിട്ട് ചോദിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കൊച്ചായി പോണെങ്കിലാ. ചുമ്മാ അല്ലെന്ന് അവിടെ പറഞ്ഞത്. നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ വരാൻ മനവില്ലെന്ന്. എടാ വെറുവാക്കലം കേട്ട പുല്ലേ, ഇത് എന്റെ വീടാണ്. അവളെ അച്ഛൻ പച്ചണ്ടി വാസുന്റെ വീടല്ല. നീ എന്നെ അടിച്ചു കളഞ്ഞ് അവിടെ കൊണ്ട് ഇവിടെ കയറി താമസിക്കുമെന്ന് എനിക്കറിയാം. നീ അതല്ല അതിന്റെ അപ്പുറം ചെയ്യോടാ. എന്റെ പൊന്നമ്മച്ചി, എനിക്ക് നിങ്ങളുടെ വഴക്കൂടാൻ വയ്യ. ദേവി പോയ ചായ ഇടി. ചായ ഇവിടെ ചായനത്താനൊന്നും കുടുംബച്ചൂട്ടൊന്നും ഇല്ല. വിറവൊക്കെ തീർന്ന്. ഞാൻ ഇന്നൊന്നും കാഴ്ചയനത്തിയൊന്നും ഇല്ല. നിങ്ങൾ ഗ്യാസ് എത്തിക്കണം. നിന്റെ പെണ്ടാട്ടികളൊക്കെ കൂട്ടി വെച്ചിട്ടാണ് പോയത്. ഇവിടെ ഈ ഗ്യാസ് എടുത്ത് 2 മാസമായില്ലേ? അവള് കത്തിക്കുമ്പോ നിങ്ങൾക്കൊന്ന് നോക്കി പഠിക്കൂടായിരുന്നാ? ഓ എന്നിട്ട് വേണം നിന്റെ പെണ്ടാട്ടി എന്നെ ഗ്യാസ് പൊട്ടി തെറിപ്പിച്ച് കൊല്ലാൻ. എനിക്ക് പഠിക്കാൻ വേണ്ട, അതിന് തൊടയാൻ വേണ്ട. നിങ്ങൾക്ക് ഇത് തൊഴിയും വേണ്ട, പഠിക്കും വേണ്ട. നിങ്ങൾക്ക് ബാക്കി എല്ലാം അറിയാം. TV വെക്കാൻ അറിയാം. അതിന്റെ ചാനൽ മാറ്റി സീരിയൽ കാണാൻ അറിയാം. ഒരു കൊച്ചു ഫോണുണ്ട്. അത് പിരിക്കി 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 നിങ്ങളെ മോളെ വിളിച്ചിട്ട് ഇവിടുത്തെ എല്ലാ മോളെയും പറഞ്ഞു കൊടുക്കാൻ അറിയാം. ഇത് മാത്രം അറിയില്ല. ഇത് മാറി കൊടുക്കും. എനിക്കറിയാൻ നോക്കില്ല ചായയുടെ. അതിലിട്ട് ഊതണ എടാ പൊണ്ണ, അത് കത്തൂല്ലെന്ന് അറിഞ്ഞൂടാതെ അവിടെ ഇവിടെ കയറി പിടിക്കാതാ. നിങ്ങൾ ചുമ്മാ ഇരിക്കുന്നേ. ദൈവമേ, അതിലൊക്കെ ഇട്ട് പിടിച്ച് ചെറുക്ക വീട് ഇപ്പൊ പൊട്ടിത്തെറിക്കും. പൈസ കൊടുത്തെടുത്തോ ഗ്യാസ് അല്ലേടാ അവള് കൂട്ടി വെച്ചിട്ട് പോയത്. നിനക്ക് ആണൊക്കെ ഉണ്ടാടാ. അത് ശരി. കള്ളൻ പെണ്ണാടി വിളിച്ചാൽ എന്നെ പരീക്ഷിക്കണം. ഞാൻ ഇപ്പൊ കാണിച്ചേ. അത് ശരി. അയ്യോ ഇതെന്തൊരു പാഴി ചെറുക്കത് അവിടെ പോണ. അയ്യോ ദാ വെട്ടോതി എടുത്ത് അവളെ വെട്ടിക്കൊല്ലും. അയ്യോ മക്കളെ അവളെ കൊല്ലല്ലടാ. ഗ്യാസ് തിരിച്ച ആ കൈയൊന്ന് ഒടിച്ചു തരാ. അവളെ വെട്ടിക്കൊന്നിട്ട് ചെറുക്കാൻ വന്നെന്ന് തോന്നുന്നു. അങ്ങനെ നിങ്ങൾ അവിടെ കൂടെ ചേർന്ന് ഇപ്പൊ എന്നെ തോപ്പിക്കണ്ട. എന്നാലും വിറവ് തങ്കപ്പേന്റെ പേരത്തിൽ പോയി വെട്ടി ഓടിച്ചൊന്ന് വന്നേണ്.
ചായ വേണ്ടി കഞ്ഞി വെച്ച് ചെയ്യും നരി. ഇത് ഇരപ്പോലും ഇല്ലല്ലേ. എടീ, ഈ റേഡിയോയിലിപ്പം മഹിളാലയോ എഴുത്തോട്ടി രഞ്ജിനി യുവാണി ഒന്നും കിട്ടൂലേ? അതിലൊന്നും കിട്ടൂല. അത് കേൾക്കാതായിട്ട് കുറെ നാളായി. നാട്ടുകാർ രക്ഷപ്പെട്ടു. ഇവിടെ തന്ത പച്ചണ്ടി വാസു രാത്രി 11:30 മണി വരെ നാട്ടിൽ മുഴുക്ക കേൾക്കാൻ വേണ്ടി കഥാളിപ്പത ഉറച്ചു വയ്ക്കുന്ന റേഡിയോ. ഒരു പുല്ലു അറിഞ്ഞൂടെങ്കിലും ചുമ്മാ വച്ചോണ്ടിരിക്കും. നിങ്ങൾ എന്തോന്ന് അവിടെ ഇരുന്ന് പിറുപിറുക്കണത്? ഒന്നുമില്ലടി. അല്ല, നിന്റെ അച്ഛപ്പഴി ഈ കഥാളിപ്പത ഇപ്പൊ എങ്ങനെയാക്കണ? അത് ഞാൻ യൂട്യൂബിൽ വെച്ച് കൊടുക്കുക. അച്ഛന് കേൾക്കണം തോന്നുമ്പോ. ഊസൂപ്പി കൂടെ ഇപ്പൊ പച്ചണ്ടി വാസു കഥാളിപ്പത കേൾക്കും. കയ്യിലുള്ള ഊറ്റിയിടങ്ങും. നിങ്ങളെ അമ്മ ഊറ്റും പോലെ ഒത്താന്തോ. ആ കൈയെങ്കിലും ഒന്ന് കഴുകിട്ട് പോയി പാരത്തില്ലേ? എന്റെ കയ്യിൽ എന്താ കുഷ്ടടിക്കണ? എടി, നിന്നെ ഞാൻ മെമ്പർ കൂടെ വിളിക്കാൻ വന്നിട്ട് 6 ദിവസമായി. നീ പിറ്റേന്ന് വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല. 5 ദിവസം കൊണ്ട് ഞാൻ തന്നെ വിളിക്കണം. നീ പെണ്ണാണെങ്കിൽ ഫോൺ കൊടുക്കില്ല. ഞാൻ എന്തിനു ഫോൺ എടുക്കണത്? എന്റെ കൊച്ചിന്റെ ക്ഷേമം അന്വേഷിക്കാനല്ല നിങ്ങൾ വിളിക്കണത്. ഞാൻ അവിടെ വന്ന് അമ്മയ്ക്ക് മോനും കാച്ചെടുത്തി തരണം. അതിന് എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ അങ്ങോട്ട് വരണേ ഇല്ല. എന്തായാലും അത് പതിവല്ലേ? ഭർത്താവിനും ഭർത്താവിന്റെ അമ്മയ്ക്കും ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു പെണ്ണിന്റെ കടമ തന്നെ. ഒരു കമട. ഭർത്താവ് ഭർത്താവിന്റെ സ്ഥാനത്തും അമ്മ അമ്മയുടെ സ്ഥാനത്തും നിന്നും ഇതൊക്കെ ചെയ്യാം. എന്റെ അമ്മ എന്തൊരു ലോകം ഇതൊക്കെ ചെയ്തത്? അവരിത്തിപ്പോഴും നാക്കിട്ടളിക്കും. അല്ലാതെ എന്തൊരു പറയണം അവര് തന്നെ? ഇത്തിപ്പൂല അലപ്പ. അവരെ കഴുത്തിന് ചുറ്റും നാക്കല്ലേ. മുറുക്കിയിട്ട് മുറ്റത്തും അടുക്കള വശത്തും ഒക്കെ തുപ്പി വയ്ക്കും. കുളിച്ചിട്ട് തുണി കഴുവോ? അതുമില്ല. എന്നിട്ട് എന്റെ ബക്കറ്റിന്റെ ഏറ്റവും അടി കൊണ്ടുവയ്ക്കും. നിങ്ങൾ അമ്മച്ച് ഒരു ജോലി ആ വീട്ടിൽ എടുക്കൂ. അതവർക്ക് വയ്യാത്തല്ലേ? നിങ്ങൾ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. പെമ്മക്കള് വരുമ്പോ കുതിരക്കുട്ടിയെ പോലെ ചക്ക അടക്കാൻ പോവാനും ചന്തയിൽ പോയി മീൻ വാങ്ങിക്കാനും കമ്മാട്ടി എടുത്തോണ്ട് പോയി പെരേടത്തിൽ പോയി ചേനയും ചെമ്പ് വെട്ടി കെട്ടിപ്പൊതിഞ്ഞു കൊടുക്കാനൊക്കെ അറിയാല്ലേ. ഞാൻ പറഞ്ഞാ കൊടുക്കണ്ടെന്ന്. നിങ്ങൾ അമ്മയുടെ എല്ലാ അടവും എനിക്കറിയാം. ഞാൻ എന്റെ വീട്ടിലോട്ടെങ്ങാനും ഫോൺ വിളിക്കണമെങ്കിൽ അപ്പോഴും വരും കഥവിന്റെ ഇടയിൽ പതുങ്ങിന്ന് കേൾക്കാൻ. ഇന്നൊരു ദിവസം ഞാൻ ഫോണിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോ പെമ്മക്കളെടുത്ത് വിളിച്ചു പറഞ്ഞു കൊടുക്കണ്. അവള് ജയയുടെ സിനിമയെ പോലെ ഫോണിൽ നോക്കി കരാട്ടെ പഠിക്കണ് അവനെ ചവിട്ടി കൂട്ടാനെന്ന്. എന്റെ പൊന്നെ, മതി മതി. നീ ചെയ്യണൊക്കെ ശരിയല്ല. കുടിക്കാത്തിന് വെള്ളം വെച്ചത് ഊറ്റിയ നീലേരി കിഴങ്ങും നിന്ന് തേവെള്ളം കുടിച്ചിട്ട് ടിപൂല മിരിങ്ങയിലെ തോരനും കൂടെ ഉണ്ടെങ്കിൽ തിന്നാൻ നല്ല രസമായിരുന്നു. അതും കണ്ടുപിടിച്ച്. അത് വേവിച്ചില്ല, ഇറുത്ത് വെച്ചേക്കണേ ഉള്ളൂ. നോക്കി, അല്ലെങ്കിൽ നിങ്ങക്ക് വിശ്വാസം വരൂല. എനിക്കൊരു പുല്ല് വേണ്ടത് വെള്ളം തരി. തള്ളേല വാക്കും കേട്ട് പച്ച ചുക്കയിട്ട് തലേ കോതി പൗഡർ ഇട്ടോണ്ട് വന്നേക്കാൻ എന്നെ വിളിച്ചോണ്ട് പോയി. എന്തരീ വെള്ളം? അതൊക്കെ പോട്ട്. നീ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഞാൻ പൈസ കൊടുത്തെടുത്തിരുന്ന ഗ്യാസിന്റെ അടിയിലും കണ്ട് അതിന് പൂട്ടി വെച്ചിട്ട് വന്നത്. ഞാൻ മനഃപൂർവ്വം പൂട്ടി വെച്ചിട്ട് വന്നത് തന്നെ. ലൈറ്റർ വെച്ച് ഗ്യാസ് എത്തിക്കാൻ നിങ്ങൾ അമ്മച്ചിക്ക് അറിഞ്ഞൂടാ. ഗ്യാസ് തുറന്നു വെച്ചിട്ടാണ് അവർ തീപ്പെട്ടി അന്വേഷിച്ച് നടക്കുന്നത്. ഇനി അതെങ്ങാനും പൊട്ടിത്തെറിച്ചാൽ നിങ്ങൾ ആൾക്കാരും കൂടെ പറയും ഞാൻ അവരെ കൊന്നത്. മതി മതി, കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് നീ പെട്ടെന്ന് റെഡിയാ, നമുക്ക് വീട്ടിൽ പോവാം. ഞാൻ നിങ്ങളോട് പച്ചമലയാളത്തിലല്ലേ പറഞ്ഞത് ഞാൻ ഇനി അങ്ങോട്ട് വരൂലെന്ന്. ഒന്നീ നിങ്ങൾ പോയി ഒരു വാടക വീടിട്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് താമസിക്കും. കൊള്ളാം. ഞാൻ പച്ചങ്കി വാസുവിന്റെ വീട്ടിൽ നിന്ന് നിൽക്കാനാ. എടി, എന്റെ വീട്ടിൽ ആരും അച്ചിയുടെ വീട്ടിൽ പോയി കൊടുത്തിട്ടില്ല. അത് വീട് നിങ്ങളെ പേരിലല്ലേ, അമ്മച്ചിയുടെ പേരിലല്ലേ? അമ്മയുടെ കാലശേഷം എനിക്ക് തന്നെയല്ലേ വീട്. അപ്പൊ പിന്നെ അത് എന്റെ വീടല്ലേ. ഇതാണ് ഞാൻ പറയണത്. നിങ്ങൾ അമ്മച്ചിക്ക് നിങ്ങളെ വിശ്വാസം ഇല്ല. അവരെ പെമ്മക്കൊക്കെ വസ്തുക്കളെല്ലാം വിട്ടെഴുതി കൊടുക്കാറിയാലേ. നിങ്ങൾക്ക് മാത്രം കാലശേഷം നല്ല അമ്മയും മോനും. എന്റെ പൊന്നെ, എനിക്ക് നിന്റെ നാക്കിനെ ചുറ്റിപ്പിടിക്കാൻ വയ്യ. ഈശ്വര, ഇത് എനിക്ക് തന്നെ ഒഴിഞ്ഞു വച്ചിരുന്നല്ലേ. എനിക്കും അത് തന്നെ പറയാനുള്ളത്. ഫോൺ ബില്ലടിക്കണം. ആരും നോക്കി. ദൈവമേ, ഇനി ആരാണെന്തോ. ഹലോ ചേച്ചിയാ? എന്ത് ചേച്ചി? അയ്യോ, എപ്പം ചേച്ചി? എങ്ങനാ? അയ്യോ, അവള് നിമിത്തോരിക്കാവ ചെയ്തത്. നാളെ കൊണ്ടുവരുള്ളന്നാ. എങ്കിലും നമുക്ക് ഇന്നേ പോണ്ട ചേച്ചി. ഓ വാ, ശരി. എന്താണ് പ്രശ്നം? നെടുമങ്ങാടത്തെ മൂത്ത അപ്പച്ചീരെ മോൻ പ്രകാശം തൂങ്ങിച്ചെത്തന്ന്. പാപ, അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 മാസമാണ് ആയത്. 30-35 വയസ്സേ ഉള്ളു ആ ചെറുക്കന്.
പാവം കല്യാണം കഴിച്ചിട്ട് അന്ന് തൊട്ട് തുടങ്ങിയതാണ് അവന് ദുരിതം. ഒരു സുന്ദരി കോതയെ കെട്ടിക്കൊണ്ട് വന്ന് അന്ന് തൊട്ട് അവൾക്ക് അപ്പച്ചിയെ കണ്ടുകൂടാ. നിസ്സാര കാര്യങ്ങൾക്ക് അപ്പച്ചിയുടെ പിണങ്ങിയിട്ട് അവളെ വീട്ടിൽ പോയി നിൽക്കും. എവ പിറകെ വിളിക്കാൻ പോകുമെന്ന്. എന്തരാ സംഭവിച്ച് അത് തന്നെ ആ ചെറുക്കൻ തൂങ്ങിച്ചാവാൻ കാരണം. കഷ്ടം ദൈവമേ. എടീ, നിന്റെ എന്റെ അമ്മയുടെ ഇടയിലെ ഒരുപാട് പ്രാവശ്യം ഞാൻ തൂങ്ങി ചത്തളഞ്ഞ എന്തെന്ന് വിചാരിച്ചതാണ്. എന്തെന്നറിയാ തൂങ്ങാത്തത്? നീ ഇപ്പം നിന്റെ അപ്പച്ചിയുടെ മരുമോളെ കുറിച്ച് പറഞ്ഞില്ലേ ഈ വാക്കുകൾ? അത് എന്റെ ആളുകൾ നിന്നെ കുറിച്ച് പറയുന്നുള്ളതുകൊണ്ടാണ് ഞാൻ തൂങ്ങാത്തത്. ഇവിടെ കിട്ടിയ ഓ എന്തൊരു ചൂട്. ഇതെന്തൊരു മുമ്പശത്തെ കളവൊക്കെ തുറന്നിട്ടേക്കണ. വെളിയിലെ കടവ് തുറന്ന് നടത്തി വെച്ചാൽ അടുക്കളയിലെ കടവ് അടച്ചു വെച്ചേക്കണം. നിങ്ങൾ അതിനകത്ത് കടവ് കൂട്ടി ചിന്തയാണ്. ഇത് ഇന്നലെ ഞാൻ വാങ്ങിക്കുന്ന പുളിയല്ലേ? ഇതിന് രണ്ട് പങ്കാളിത്തൊക്കെ പുറത്ത് വെച്ചേക്കണത്. മക്കളെ രമ ഇന്ന് കാലത്ത് വിളിച്ചിരുന്നു. അപ്പൊ നീ ഇന്നലെ ഒത്തിരി പുളി വാങ്ങിച്ചോണ്ടെന്ന കാര്യം അവരുടെ പറഞ്ഞപ്പോ അവര് പറഞ്ഞ് അമ്മ ഞങ്ങൾക്ക് ഇവിടെ പുളി ഇട്ടാറില്ല, ഇതുപോലെ നമുക്ക് കൂടെ തരുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അവർക്ക് രണ്ടുപേരും കൂടെ എടുത്ത് ഇത്തിരി പങ്കുവയ്ക്കാണ്. മക്കളെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ പെൺമക്കളായി പൈസ അവർ മാപ്പിളാരുടെ മഞ്ഞൊക്കെ കളയെടുക്കാൻ പോണത് 1000-1200 രൂപ ശമ്പളം വായിക്കണമാരാണ്. നിങ്ങൾക്ക് ഇവിടെ എന്തുണ്ട് അത് പെൺമക്കൾ കൂടെ കൊടുത്തേ പറ്റും. ചുമ്മാ എല്ലാവരും വിളിക്കുന്നപ്പോൾ പറഞ്ഞത്. നിന്റെ പെണ്ടാട്ടിയുടെ വീട്ടിൽ പോയപ്പോഴേ എനിക്കറിയായിരുന്നു എന്റെ പെമ്മക്കളെ കുറ്റം അവള് ഊതി കേട്ടി തരുമെന്ന്. എന്തിനൊക്കെ അവള് പറഞ്ഞു ഏൽപ്പിച്ചെന്ന്. നിങ്ങളെ പെമ്മക്ക് രണ്ടുപേർക്ക് നിങ്ങളെ വസ്തു വിട്ടെഴുതി കൊടുത്ത് എനിക്ക് മാത്രം നിങ്ങളെ കാലശേഷം വെച്ച് എഴുതിക്കണം. അതെന്റെ മനത്. അയ്യ ഇത്തരം കമ്മിറ്റി വേണം അവന്റെ പെണ്ടാട്ടിക്കും കൊച്ചിനും കൂടെ ഇവിടെ സുഖമായിട്ട് താമസിക്കാൻ. എന്നെ അങ്ങ് അടിച്ചിറക്കാല്ലേ. അത് ഈ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇന്ന് ചത്ത എന്റെ പെമ്മക്കൊക്കെ 16 വരെ ഇവിടെ സ്വാതന്ത്ര്യമായിട്ട് വന്ന് നിൽക്കണം. നിനക്ക് വിട്ടെഴുതി തന്നാലേ എന്റെ സഞ്ചാരത്തിന് മുമ്പ് നിന്റെ പെണ്ടാട്ടി അവരെ അടിച്ചിറക്കും. നീ ഇവിടെ മോണയും വിളിച്ചോണ്ടിരിക്കുകയും ചെയ്യും. നിങ്ങളല്ലേ ഇന്നെ പെറ്റത്? അല്ലടാ, തവിട് കൊടുത്താണ് നിന്നെ വാങ്ങിച്ചത്. ഞാൻ ഇന്നൊന്നും വച്ചില്ല. ഇന്നലത്തെ ഇതുകൂടെ മീനും അഴിഞ്ഞിരിക്കൊണ്ട് അത് വേണമെങ്കിൽ തരാം. ഞാനും അത് തന്നെ ഉച്ചയ്ക്ക് കുടിച്ചത്. അത് ഇന്നലത്തെ മീൻ മാത്രമായി പോയത്. ഞാൻ മെനങ്ങാന്ന് ചന്തയിൽ 100 രൂപയ്ക്ക് കൂലിക്കൂടി അങ്ങോട്ട് തന്നില്ലേ? അത് ചിത്തിക്കൂടെ ചമ്മന്തിക്ക് വരയ്ക്കാറുണ്ട്. ഞാൻ ഇനി അമ്മിക്കലിട്ട് പിടിക്കാൻ പോട്ടെ. വേണമെങ്കിൽ ഇത് കുടിക്കും. അതെന്താ നിനക്ക് അവളൊന്നും തിന്നാനും കുടിക്കാനും തന്നില്ല അവിടെ നിന്ന്? അതൊക്കെ വിറച്ചായും ഊറ്റിയാലും തന്നു. തോരൻ വയ്ക്കാനായിട്ട് മിരിക്കലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോഴാണ് അവളെ നെടുമങ്ങാട്ടത്തെ അപ്പച്ചിനെ മോൻ കയറി തൂങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വന്നത്. അവിടെ നിന്നൊന്നും വയ്ക്കെല്ലാം മരുപ്പിനുള്ളവര്. അയ്യോ നെടുമങ്ങാട്ട രായമ്മേരെ മോനാ. പാവം ചെറുക്കൈ. അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 മാസമല്ലേ ആയുള്ളൂ. എന്തെന്നെന്തോ അവയത് ചെയ്തത്. അവന്റെ പെണ്ണും അവന്റെ അമ്മയായിട്ടുള്ള വഴക്കെന്നാണ് എന്റെ പെണ്ണ് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാ. ആയിരിക്കും. ഈ പച്ചണ്ടിയുടെ കുടുംബത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെ. വന്നു കയറണ ഒരൊറ്റ പെണ്ണുങ്ങൾക്ക് സ്വൈര്യം കൊടുക്കൂല. പിന്നെ നിങ്ങളുടെ ഭയങ്കര സമാനങ്ങൾ. നീ എന്തിനാ മുറുകുറുക്കണത്? എനിക്ക് ചെവി കുരുവൊന്നുമില്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല. നാളെ മരപ്പിനൊന്ന് പോകണമെന്ന് പറഞ്ഞാണ്. നാളെ 3 മണിക്ക് എടുക്കും പോലും. അതെന്തായിരുന്നു നാളെ? അവരൊക്കെ ദൂരെന്നൊന്നും വരാൻ ആരും ഇല്ലല്ലേ? അത് ആശുപത്രിയിൽ നിന്ന് നാളെ ബോഡി കിട്ടുള്ളൂ. പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യണ്ടേ? തൂങ്ങിച്ചെത്തതല്ലേ? നാളെ എടുക്കുവാണെങ്കിൽ നീ മറ്റന്നാ പോയാതി. അതെന്താ അങ്ങനെ? എടാ കിഴങ്ങ, അവിടെ വേറെ ആണുങ്ങളൊന്നും ഇല്ല. ആശുപത്രിയിൽ നിന്ന് ശവം കൊണ്ട് വരുമ്പോ വണ്ടിയുടെ പൈസ കൊടുക്കണം. ദഹിപ്പിക്കണവരൊക്കെ പൈസ കൊടുക്കണം. പട്ടിണി കഞ്ഞി നടത്തുമ്പോ അരിയുടെയും പയറിന്റെയും പൈസ കൊടുക്കണം. അതൊക്കെ നിന്റെ പെണ്ടാട്ടി നിന്നെ കൊണ്ടേ ചെയ്യിക്കുള്ളൂ. ചേരയിട്ട് പാമ്പാട്ടുന്ന ആൾക്കാരാണ്. നിനക്ക് 5 പൈസ കിട്ടൂല. നിങ്ങൾ എന്തോന്ന് ഈ പറയണത്? എന്നിട്ട് എനിക്ക് അവിടെ പോണ്ടേ? ഞാൻ എന്റെ പേരിൽ അവിടെ വഴക്കൂടാനാ? ഞാൻ എന്തോന്ന് പറയുന്നുണ്ട്? എനിക്ക് നെഞ്ചുവേദന വന്ന് 2 ദിവസം ആശുപത്രി കിടന്നെന്ന് പറയാം. അങ്ങനെ ഇപ്പൊ എന്റെ മോന്റെ പൈസ കൊണ്ട് അച്ഛന്റെ രായമേലെ മോന്റെ പട്ടിണി കഞ്ഞി നടത്തണ്ട. കമ്മാന്ന് കീറണ്ട. ഞാൻ ചത്തില്ലടാ ഇവിടെ ഇരിക്കണ. പിന്നെ കീറാനോ? നിനക്ക് സമയാസമയത്തിന് വല്ലതും കവളം പിടിക്കാൻ ഉണ്ടായി തരണ്ടേ? ഇവിടെ വിറവാപ്പില്ല വല്ല ഇരിക്കണ. എടാ നീ നേരം പരപര വെളുത്തപ്പോ ഇവിടുന്ന് മരിപ്പിനെന്നും കൊണ്ട് പോയല്ലേ? നീ ഇത്ര നേരം നിന്റെ പെണ്ടാട്ടിയുടെ അടുത്ത് കയറിയിരുന്ന വണ്ടി വെള്ളമൊക്കെ കിട്ടി കയറി വരണ്ടേ? ഉടുപ്പഴിച്ചിട്ട് വന്ന് ഈ മടലൊക്കെ വെട്ടിക്കേറി. ആട്ടുകുട്ടിക്ക് ഇന്നത്തെ തീയതി വെള്ളം കൊടുത്തിട്ടില്ല. ഞാൻ പോയി ഒരു തുള്ളി വെള്ളം അതിന് കലക്കി കൊടുക്കട്ടെ. ഏടാ അരിപ്പോട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നേ? വീട്ടില് എല്ലാവരും ഉണ്ടായിരുന്നു.
അവളെ രണ്ടാമത്തെ അപ്പച്ചി, അവരെ മക്കള്, പിന്നെ അവളെ മാമന്റെ മക്കള്, പിന്നെ അവളെ അമ്മ, എല്ലാരും ഉണ്ടായിരുന്നു. എല്ലാരും കൂടെ ഓരോ മൂലയില് മൊബൈലിലും കുത്തി ഇരിക്കണം. എല്ലാരും കൂടെ ചേർന്ന് എന്റെ നുണയൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു തന്നാ. നിങ്ങൾ ഒരു കാര്യം അവർ ചോദിച്ചില്ല. ന്യായമ്മേന്റെ കാര്യം ചോദിച്ചില്ലേ? ഇതൊരു കട്ടൻ തന്നെയല്ലേ? നിങ്ങളുടെ പറഞ്ഞില്ല അവരാരും ഒന്നും ചോദിച്ചില്ലെന്ന്. അതെനിക്കറിയാടാ. അവളുകളൊന്നും എന്റെ നാമതേമേ മിണ്ടൂല. ഇത്തിപ്പൂലം പൊണ്ണാക്കേ ഉള്ളു. ബാക്കി അത്രയും ചക്കച്ചവണി മടലും തന്നെ. ഇതൊക്കെ കൂച്ചാതി ആടുന്നു. മരിപ്പൂടി ചെന്നപ്പോ അവിടെ കൊള്ളാം. തൂങ്ങിച്ചത്ത ചെറുക്കന അവന്റെ അമ്മ നടന്ന് പള്ളുവിളിയാണ്. അതെന്തായിരുന്നു? അവര് സാരിയിലാണ് ഒരു അവൻ തൂങ്ങിച്ചത്തത്. തൂങ്ങാൻ വേണ്ടി അവന്റെ പെണ്ടാട്ടിയുടെ സാരി എടുത്തില്ല. തൂങ്ങാൻ എന്തോ ഏതു ചെറുക്കന് കല്യാണം കഴിഞ്ഞപ്പോ 2-2 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു. അവന് 2 മാസം മുമ്പ് സൊസൈറ്റിയിലെങ്ങാണ്ട 3 ലക്ഷത്തിന്റെ ഒരു ചിട്ടി വീഴും. അപ്പൊ ആ ചിട്ടി പിടിച്ച് കടമൊക്കെ തീർത്തിട്ട് ബാക്കി 25,000 രൂപ എങ്ങാണ്ട ഉണ്ടായിരുന്നു. അതവൻ പെണ്ണിന്റെ കയ്യിൽ വച്ചേക്കാൻ കൊടുത്തു. പെണ്ണിന്റെ കയ്യിൽ പൈസ വച്ചേക്കാൻ കൊടുത്തത് അവന്റെ തള്ളക്ക് ഇഷ്ടപ്പെട്ടില്ല. അന്ന് തൊട്ട് അവര് ചെറുക്കനെയും പെണ്ണിനെയും പള്ളുവിളിയല്ല. ചെറുക്കൻ ആരാ വശം നിന്ന്? പെണ്ണിന്റെ വശം നിന്നാ തള്ളേരെ വശം നിന്നാ? അവ ആര് വശം നിൽക്കായി? പെണ്ണിനെ വല്ലതും പറഞ്ഞ നാട്ടുകാർ പറയും തള്ളേരെ വാക്കം കേട്ടോണ്ട് പെണ്ണിനെ എടുത്തിട്ട് അടിക്കണം. തള്ളേ വല്ലതും പറഞ്ഞ നാട്ടുകാർ പറയും ഇത്രയും നാള് വളർത്തി വലുതാക്കിയ തള്ളെ പെണ്ണിന്റെ വാക്കം കേട്ട് അടിക്കണം. കഴിക്കാൻ വയ്യാതെ അവൻ തൂങ്ങി. എല്ലാം തരും. ന്യായം മാത്രം നല്ലോളൊന്നും അല്ല. പക്ഷെ ഇതിൽ അവളെ ഭാഗത്ത് തന്നെ ന്യായം. ആ മക്കൾ ഇനി എത്ര ഗഡിയോട്ടന്മാരായാലും അമ്മച്ചീരെ തന്നെ പൈസ കൊണ്ട് കൊടുക്കണം. നിങ്ങളല്ലെങ്കിൽ അങ്ങനെയല്ലേ പറയൂ. ഞാൻ പേർഷ്യയിൽ നിന്നപ്പോ 1 മാസം എന്റെ പെണ്ണിന്റെ പേരിൽ എത്തിപ്പൂലം പൈസ അയച്ചെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളിവിടെ പെടുത്തി കൂട്ടിയ പാടൊക്കെ ഞാൻ അറിഞ്ഞു. വിമാനവും പിടിച്ച് പേർഷ്യ കയറി ഒന്ന് എന്നെ എടുത്തിട്ട് അടിക്കാത്തത് ബാക്കി. വാ, അതിനിപ്പോ എന്തൊരു പറ്റിപ്പോയി? എന്റെ പേര് പൈസ അയച്ചോണ്ട് നീ ഇപ്പൊ മാണിയേറി കിടന്ന് സൂചിക്കണം. നിന്റെ പെണ്ണിന്റെ പേരിലാണ് പൈസ അയച്ചെങ്കിൽ അവൾ അച്ഛന്റെ പേര് ഇപ്പൊ അവിടെ 2 നില വീട് വെച്ചേനെ. നീ പഴയ ഓലക്കെട്ടെടുത്ത് വായും പൊളന്നോണ്ടിരുന്നേനെ. അത് അവിടെ ഇപ്പോഴും കൂടെ പറയും. അന്ന് അവക്കൊരു കല്യാണത്തിന് ഉണങ്ങി പോലും നിങ്ങളെ മുമ്പ് കൈ കിട്ടണമായിരുന്നു. അത് എന്നടാ പൊണ്ണാ ഞാനും പറഞ്ഞത്. എന്റെ പേരിന് പൈസ അയച്ചോണ്ടിരുന്നപ്പം കല്യാണത്തിന് പോവാൻ ഞാൻ 50-100 കൊടുക്കുമായിരുന്നു. അവള് പൊന്നെ പോലെ അത് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. നീ അവളെ പേരിനാണ് പൈസ അയച്ചിരുന്നെങ്കിൽ അവളെ ബന്ധുക്കളെ കല്യാണത്തിനൊക്കെ അവൾ 5,000-3,000 കൊണ്ട് ചമാളിച്ചേനെ. നിങ്ങളെ സമ്മതിച്ചു. ഈ 46 വർഷം അച്ഛൻ എങ്ങനെയാ നിങ്ങളുടെ മനസമാധാനമായിട്ട് ജീവിച്ചത്? അങ്ങേര് നിന്നെ പോലത്തെ പെങ്കോന്തനല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോ കൂട്ടുകാരല്ല താക്കോലും അലമാരിലെ താക്കോലും മേശയുടെ താക്കോലും എന്നെ ഏൽപ്പിച്ച് നല്ല നട്ടെല്ലുള്ള ഒരാണായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ കിടക്കപ്പുറത്തിട്ടുള്ളത് അങ്ങനെ അറിയാം. അങ്ങേരെ തള്ള നിന്റെ അമ്മൂമ്മ പേശ കുണിഞ്ഞു നോക്കി എന്റെ താക്കോല് തിരിച്ചു വാങ്ങിക്കാൻ നടന്നേ ഇല്ല. അത് പരമശിവൻ വിചാരിച്ചാണ്. അറബിക്കടലിലെ വെള്ളം പറ്റിയാലും അത് നടക്കൂലേ. ആ കിളവിക്ക് എന്നെ കണ്ണ് കീറിയിട്ടുണ്ടെങ്കിൽ കണ്ടുകൂടായിരുന്നു. നിന്റെ അച്ഛനും ഞാനും കൂടെ എവിടെയെങ്കിലും ഉത്സവം കാണാൻ പോണെന്ന് പറഞ്ഞ അന്ന് സന്ധ്യക്ക് അവര് കുളിരും പനിയും. എന്തായിരുന്നു നിന്റെ അച്ഛൻ എന്നെ കൊണ്ട് പോവാതിരിക്കാൻ? ബാക്കി ഞാൻ പറയാം. അമ്മൂമ്മ രാത്രി ഒറ്റയ്ക്ക് വീട്ടിൽ കിടക്കും. നിങ്ങളുടെ അച്ഛനെ വിളിച്ചോണ്ട് ഉത്സവം കാണാം ഇല്ലേ? പിന്നല്ലാതാ. നിനക്ക് അറിഞ്ഞൂടാ കിളവീര കുരുട്ടു കുത്തി. ഒരു ദിവസം അവര് ഇതുപോലെ പുണ്ണാക്കും കലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് അവര് നിന്റെ അച്ഛനെ എന്നെ പറഞ്ഞുവിടാൻ പറ്റാത്തൊരു വാക്ക് പറഞ്ഞു. അത് കേട്ടോണ്ട് നിന്റെ അച്ഛൻ പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെങ്കിൽ അവരെന്തിരിയത് കലക്കിക്കൊണ്ടിരുന്ന പിണ്ണാക്ക് സ്വന്തം തലയെ കൂടെ ഒഴിച്ചിട്ട് അവിടെ കിടന്ന് തറയെ കിടന്ന് ഉരുണ്ടിട്ട് അവരടിച്ചെന്നും പുണ്ണാക്ക് വെള്ളം ഒഴിച്ചെന്നും പറഞ്ഞിട്ട് അവിടെ കൂടി ആളുകളടുത്ത് പറഞ്ഞു. അന്ന് ഇറങ്ങിയതാണ് നിന്റെ അച്ഛനെ ഞാനും അവിടെ നിന്ന്. ആ കിളവി ചത്തിട്ട് ഞാൻ വീട്ടിൽ കയറിയിട്ടില്ല. അങ്ങനെയല്ലേ ഞാൻ നിങ്ങൾ വല്ലതും പറഞ്ഞാലേ നിങ്ങൾ ഇതുപോലെ പിണ്ണാക്കെടുത്ത് തലയിൽ കൂടെ ഒഴിച്ചിട്ട് ഞാൻ ഒഴിച്ചെന്ന് പറയൂ? ഇല്ല മക്കളെ, അമ്മ അങ്ങനെയൊന്നും ചെയ്യൂല. നീ വല്ലവും പറഞ്ഞെന്നും പറഞ്ഞോണ്ട് അമ്മ അങ്ങനെ ചെയ്യുവോ? നീ വല്ലവും പറഞ്ഞാലേ നിന്റെ നീ എന്ത് പറയണേ? നിങ്ങൾ എത്രയൊക്കെ കുണിഞ്ഞാലും എന്റെ ഒരു മഞ്ചാടി സ്വർണം പോലും പണയം വെക്കാൻ കിട്ടുമെന്ന് വിചാരിക്കണ്ട. അതിനായിരിക്കും മാങ്ങയെ വാങ്ങിച്ചോണ്ട് വന്നേക്കണത്. എനിക്ക് നിന്റെ മഞ്ചാടിക്കുരുവും മായനക്കുരുവും ഒന്നും വേണ്ട. എനിക്ക് അവകാശപ്പെട്ട സ്വർണ്ണമാണ് ഞാൻ ചോദിക്കണത്. നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്വർണം എന്റെ അച്ഛൻ എനിക്കിട്ട 20 പവനാണ്. അതിൽ നിങ്ങൾക്ക് എന്തൊരു കാര്യം? അയ്യാ, 20 പവന്റെ സ്വർണം 17 പവനിൽ എഴുതി ഇട്ടോണ്ട് വന്നത്. അവിടെ 3 പവൻ എന്നെ പറ്റിച്ചു. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. 2 പവന്റെ മാല ഞാൻ നിങ്ങൾക്ക് ഇട്ടുതന്നാ. പിന്നെ മൂത്ത ഉടപ്പന്നാക്ക് അരപ്പവന്റെ മോതിരം, നിങ്ങൾ അമ്മയ്ക്ക് അരപ്പവന്റെ മോതിരം. അപ്പൊ ആകെപ്പാടെ എത്രയായി? 20 പവനായ. ഓഹോ, അതെല്ലാം കൂടെ ചേർത്തായിരുന്നു 20 പവൻ അല്ലേ?
എടി എന്റെ മൂത്ത ചേച്ചിക്ക് എന്റെ അമ്മച്ചിക്കും കൂടെ നീ 1 പവൻ കൊടുത്ത് സമ്മതിച്ച്. അതെ, ഞാൻ കല്യാണം കഴിഞ്ഞ് ആദ്യം പേർഷ്യയിൽ പോയപ്പം എയർപോർട്ടിൽ വെച്ച് ഞാൻ അവിടെ നിന്ന് ഇട്ടുകൊണ്ട് വന്ന 1 പവന്റെ മോതിരം നീ അമ്മച്ചി കാണാതെ ഊരി വാങ്ങിച്ചു. നീ എനിക്കിട്ടുന്ന 2 പവന്റെ മാല 4 വർഷം മുമ്പ് ഞാൻ ലീവിന് വന്നപ്പം നിന്റെ ഉടപ്പിറന്നാന് വീട് വയ്ക്കണ്, അവന്റെ കയ്യിൽ പൈസയൊന്നുമില്ല, ഈ 2 പവൻ പണയം വയ്ക്കാറ്റി കൊടുക്കുമെന്ന് ചോദിച്ചു. എനിക്ക് കുരുട്ടൂത്തിയില്ല നിന്റെ കണക്ക്, ഞാൻ അത് ഊരി കൊടുത്തു. അവനത് എടുത്തതെന്ന് പറയണം, പക്ഷെ നീ ഇതുവരെ അത് എനിക്ക് തന്നില്ല. എന്തിനു കരണത്? അത് എന്റെതല്ലേ. ഭാര്യയ്ക്ക് അങ്ങനെ കൊടുക്കുന്നത് ഭർത്താവിന്റെ കടമ തന്നെ. എനിക്കിപ്പോ അത് തിരിച്ചു തരാൻ മനസ്സില്ല. നിങ്ങളെ ഉടപ്പറന്നാളുമാരാ മക്കളെ കല്യാണത്തിന് നിങ്ങൾ അമ്മച്ചി നിങ്ങളെ കൊണ്ട് 5 പവൻ വീതം കൊടുപ്പിച്ചില്ലേ? പിന്നെ ആ പെൺകൊച്ചുങ്ങൾ പ്രസവിച്ചപ്പം ആ കൊച്ചുങ്ങൾക്ക് ഓരോ പവൻ വീതം കൊടുപ്പിച്ചില്ലേ? അടി അത് ഒരു മണവ്. നീ കുഞ്ഞിട്ടാകുന്ന നടത്തുക, അത് നീ കൂടെ ചോദ്യം ചെയ്യണ്ട. നിങ്ങൾ അമ്മയും കൂടെ പൊണ്ണപ്പോരും കാണിച്ചോണ്ടിരുന്നോളി. നമ്മളെ കൊച്ചിന്റെ നൂല് കെട്ടിന് നിങ്ങൾ ഉടപ്പറന്നാളുമാർ എന്തരാണ് കൊണ്ട് തന്നത്? 350 രൂപ വരെ കുഞ്ഞുമോതിരം. നിങ്ങൾ കൊടുത്തതാ 5 5 10 2 12 പവൻ. കഷ്ടം തന്നെ. നിർത്തടി. നീ കയറി കയറി അങ്ങ് ഒരുപാട് മോളിൽ പോണ്ട. എനിക്കിപ്പോ 50,000 രൂപ അത്യാവശ്യമുണ്ട്. ആറ്റങ്ങളത്തെ ബാബുവിന്റെ വർഷാപ്പിൽ ഒരു നല്ല ബൈക്ക് ഇരിക്കണം. 50,000 രൂപ കൊടുത്താൽ അത് കിട്ടും. എനിക്കത് ഇഷ്ടപ്പെട്ട് വേണമെന്ന് പറഞ്ഞു. അതിന് പണയം വെക്കാനാണ് ഞാൻ തന്ന 5 പവനിൽ 2 പവൻ ചോദിക്കണത്. അല്ല നിന്റെ ഒരു പുല്ലും എനിക്ക് വേണ്ട. നിങ്ങൾ അമ്മച്ചിക്ക് 3 പവന്റെ ഒരു മുത്തുവാല വാച്ചോണ്ട് കൊടുത്തിട്ടില്ലേ? അതൂരി പണയം വെക്കി. ഇല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ 2 മോതിരം കിടക്കില്ലേ? അതൂരി കൊണ്ടുപോകണം. പിന്നെ നന്നായിരിക്കും. ഇത് നീ എനിക്കിട്ട 1 പവന്റെ കല്യാണ മോതിരം. ഞാൻ നിനക്ക് 2 പവന്റെ മോതിരം ഇട്ടപ്പോ നീ ഇട്ടത് 1 പവൻ. ഇത് എന്റെ അമ്മച്ചി എനിക്കെന്ന മോതിരം. ഇതിലെ ആരെങ്കിലും ഒന്നും ഒരു പണയം വെക്കണേക്കാളും നല്ലത് ഞാൻ വല്ല ട്രെയിനിന്റെ മുമ്പിൽ തല വെച്ച് ചാവണേയിരിക്കും. ബാബു വിളിക്കുന്നത്. നീ അകത്ത് തരുമെന്നിട്ടാ. ഞാൻ നിങ്ങളുടെ മലയാളത്തിലല്ലേ പറഞ്ഞ തരൂലെന്ന്. ഇതിനെയാണ് ഉടനെ പിടിച്ചിടുന്ന കാലം എന്ന് പറയുന്നത്. എന്റെ പൊന്ന് ഭഗവാനെ, 2 ഉടപ്പിറന്നാളുമാരെ കല്യാണത്തിന് 5 പവൻ വീതം, അങ്ങനെ 10 പവൻ. അവരൊക്കെ കൊച്ചുകൾ ഉണ്ടായപ്പോ നൂലുകെട്ടിന് ഓരോ പവൻ വീതം, അങ്ങനെ 12 പവൻ. അമ്മച്ചിക്ക് 3 പവന്റെ മുത്തുമാല, നിനക്ക് 2 തവണയായിട്ട് 5 പവൻ, അങ്ങനെ എല്ലാം കൂടെ 20 പവൻ. 24 കൊല്ലം പേർഷ്യ കിടന്ന് ഉണക്ക റൊട്ടിയും കുപ്പൂസും ഒക്കെ തിന്ന് പച്ചവെള്ളം കുടിച്ചോണ്ട് ഞാൻ നാട്ടിൽ അയച്ചതാണ്. 20 പവൻ. അന്ന് എന്റെ കൂട്ടുകാർ മുറിയിലുണ്ടായിരുന്നമാര് പറഞ്ഞു, ഇത് ഇത്രയും അമ്മച്ചിക്കും പെണ്ണാട്ടിക്കും കൂടെ അയച്ചു കൊടുക്കരുത്, നീ അനുഭവിക്കുമെന്ന്. അതാണ് ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നത്. പണയം വയ്ക്കാൻ 1 ഗ്രാം സ്വന്തമായിട്ടില്ല. അത് എന്നെ പറഞ്ഞത്. നിങ്ങൾ ആദ്യം നിങ്ങളെ വീട്ടിൽ കൊടുത്ത 15 പവൻ മേടിച്ചോണ്ടിരി, പിന്നെ ഞാൻ എന്റെ തരണ കാര്യം ആലോചിക്കാം. നീ കൂടുതൽ മൂച്ചെടുക്കല്ലേ. എന്റെ അമ്മച്ചിയുടെ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നിന്നെ ഇവിടെ വന്ന ഒരു വരച്ച വരയെ നിർത്തിയിട്ട് എന്റെ സ്വർണ്ണം വാങ്ങിച്ചു തരും, അറിയാമോ? ഓടിച്ചെന്ന് പറഞ്ഞു പിടിക്ക്. അവരറിയാതെ എനിക്ക് സ്വർണ്ണം വാങ്ങിച്ചെന്നതിനെ നിങ്ങൾ അവര് നുള്ളിക്കേറി അടുപ്പിയേക്കും. ഒരു മനുഷ്യനെ ഇങ്ങനെ ദ്രോഹിക്കല്ലേ കേട്ടോ. ഒരു അറുമ്പമില്ലാത്ത കാര്യമായി പോയല്ലേ. വാവ് വിളിക്കണം. എനിക്കറിയാം എന്തിനാ വന്നു. ഹലോ ബാബു. എടാ, നീ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഒരു ജ്വാത്സ്യന്റെ അടുത്തിരിക്കുകയായിരുന്നു. നമ്മൾ ആദ്യമായിട്ടൊരു വണ്ടിയൊക്കെ വാങ്ങിക്കുകയല്ലേ, അപ്പൊ ഇപ്പൊ നടക്കൂലേ. ജ്വാത്സ്യം പറഞ്ഞു ഇപ്പൊ വണ്ടി വാങ്ങിച്ചാൽ ഉള്ള മനസ്സമാനവും പോകും, കുടുംബത്തിലൊരു സ്വസ്ഥതയും കിട്ടൂല, കിടപ്പാടവും പോകുന്നു. അതുകൊണ്ട് എനിക്കത് വേണ്ട. നേരെ ഉച്ചയാവാറായി, ഇതുവരെ പള്ളി ഉണരാ സമയമായില്ല. ഓ, പെണ്ടാട്ടിയ സ്വപ്നം കൊണ്ടുകൊണ്ട് കടന്നു ഉറങ്ങിയിരിക്കും. നിങ്ങളായിരുന്ന അതുകൊണ്ട് എങ്ങനെ 2ന്റെ തമതാറ് ഒഴിയണക്കല്ലേ, തിരിച്ചറിയാൻ പറ്റണ്ടേ? അത് മാത്രം എങ്ങനെ ഒത്താണല്ലോ. അതല്ലടാ, എനിക്ക് കല്യാണം കഴിഞ്ഞ പിന്നെ പെറ്റ തള്ളേരെ തമതാരം തിരിച്ചറിഞ്ഞൂടാതായി. നിങ്ങൾ കാലത്തെ വഴക്കുറാനായിട്ട് തട്ടുകൊടുത്തേക്കന്നെ. കഷ്ടം തന്നെ. ഇന്ന് കാലത്ത് എന്തൊരു തിന്നാൻ കൊഴുക്കട്ട ഉണ്ടാക്കി തേയിലോട്ട് വെച്ചേക്കണം. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എന്നും ഇത് 2 പറഞ്ഞല്ലേ. നീ നിന്റെ പെണ്ടാട്ടിയെ പോയി വിളിച്ചോണ്ടാടാ, അവൻ ആകുമ്പോ പുട്ടും അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കി തരും. കൊള്ളാം, വിളിച്ചോണ്ട് വന്നാ പിന്നെ നന്നായി. അവള് 3 ദിവസം കൂടെ നിൽക്കും. 4ന്റെ നിങ്ങൾ എന്തെങ്കിലും കൃത്യം ഉണ്ടാക്കും, അവളുടെ വഴക്ക് കൂടും, അവൾ ഇറങ്ങിപ്പോകും. പിന്നെ എനിക്ക് ഈ കൊഴുക്കട്ടയും പഞ്ഞും തന്നെ തരണം. അതിന് എനിക്ക് എന്നെ കുറ്റം. രാവിലെ പിള്ളേര് കാവലിന്റെ ഉത്സവത്തിന്റെ നോട്ടീസ് കൊണ്ടുവന്നേക്കണം. നിന്നെ തിരക്കി ഞാൻ പറഞ്ഞ് നീ ഉറക്കം എണീച്ചില്ലെന്ന്. എന്തൊരാ ഉത്തരവാദിത്തപ്പെട്ട ജോലി നിന്നെ ഏൽപ്പിക്കാനാണെന്ന്. പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞേ. ഉത്തരവാദിത്തപ്പെട്ട ജോലിയാ? അതെന്തോ എന്തരായാലും കായ് ചെലവാക്കണ കാര്യത്തിനായിരിക്കൂല. നിന്റെ ഒരു കീര വെത്തും ഇല്ലെന്ന് അവന്മാരൊക്കെ അറിയാം. ഇപ്പോഴല്ലേ എന്റെ പൈസ ഇല്ലാത്തത്. ഞാൻ പോയ കൊല്ലം തൊട്ട് വരണ കൊല്ലം വരെ ഇഷ്ടം പോലെ ചെലവാക്കിയിട്ടുണ്ട്. ഒക്കണതും ഒക്കാത്തത്. നാടകം, അന്നദാനം, ബാല്, ഗാനമേള, പിന്നെ 10-12 കൊല്ലം ആനയുടെ ചെലവ്, ഇതെല്ലാം നോക്കി
അതെനിക്കറിയാം. ആദ്യത്തെ തവണ നീ 25,000 രൂപ അന്നാരത്തിന് കൊടുത്തപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് അവന്മാര് പതുവാക്കുന്നു. എന്റെ പേർക്ക് അയച്ചിട്ട് അമ്മേനെ ഒന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വല്ല 101 201 കൊടുത്തേനായിരുന്നു. അതെങ്ങനെയമ്മ? ഞാൻ കളിച്ചോളുന്ന അമ്പലമല്ലേ? സുമാരമ്മാവനും തങ്കപ്പേണ്ണൊക്കെ വിളിച്ചിട്ട് നീ ഒരു നാടകം വെക്കണം, നീ ഒരു ബാല വെക്കണം, ഒരു ഗാനമേള വെക്കണം, ഒരു ആനയുടെ ചെലവ് വഹിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഒക്കില്ലെന്ന് പറയും? ഒന്നും പറയാൻ പറ്റൂല. 24 വർഷം കൊണ്ട് നീ കോവിലോട്ട് 1 ലക്ഷം രൂപ ചെലവാക്കി. പിന്നെ 2 വർഷം കൂടുമ്പോ ഉത്സവം കണക്കാക്കി ലീവിനും വരും. അപ്പം പിന്നെ കുറെ അണ്ണാ അളിയാന്നും കൊണ്ട് കുറെ പിള്ളേരും പിറകെ കാണുമായിരുന്നു. ഇപ്പൊ ആരുണ്ട്? ഒരു ഭൂതരും ഇല്ല. മതിയാക്കി നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഉള്ളതാണ്. പണ്ടൊക്കെ പേശന്ന് ലീവിന് വരുമ്പോ കോവിലോട്ട് ചെന്ന കമ്മിറ്റിക്കാരൊക്കെ കൂടെ ഓടി വന്ന് കമ്മിറ്റി ഓഫീസ് പിടിച്ചോണ്ടിരുത്തിയിട്ട് ഇലയില് പ്രസാദം, പായസം. കാരണം 45,000 50,000 രൂപ കൊടുത്ത് ഞാൻ പരിപാടി സ്പോൺസർ ചെയ്യണേ. പേശ മതിയാക്കിയിട്ട് വന്നിട്ട് അമ്പലത്തിലോട് ചെന്ന കഴിഞ്ഞ ഞാൻ ഉത്സവത്തിന് ഞങ്ങളൊക്കെ തെക്കുന്നു വന്നാ വടക്കുന്നതാണ് ആരും ചോദിക്കുന്നില്ല. പിന്നെ എന്തൊരു ഉത്തരവാദിത്തം അധികമാണെന്ന് എനിക്കറിയില്ല. അല്ല ചെത്തിപ്പറയ്ക്കാനാ, കൊല ഇടാനാ, ആനയ്ക്ക് കൊലട്ടി കെട്ടാനൊക്കെ ആയിരിക്കും. അല്ലാതെ പിന്നെ നിന്നെ എന്തേലും വിളിക്കണത്? 24 കൊല്ലം ഇത്രയും രൂപ ഞാൻ അമ്പലത്തിൽ കൊടുത്ത് പുനഃപ്രതിഷ്ഠയ്ക്ക് 2 ലക്ഷം രൂപ കൊടുത്ത് ആ എന്നെ ചെത്തിപ്പറയ്ക്കാൻ വിളിക്കും. കാര്യം എന്തായാലും 5-6 ദിവസത്തെ വ്രതം പിടിച്ചോണ്ട് നീ ഇവിടെ നിന്ന് കോവിലിൽ പോയാ മതി. പ്രത്യേകിച്ച് വ്രതം ഇവിടെ എന്നും കാലത്ത് കോഴിക്കട്ട, ഉച്ചയ്ക്ക് ചമ്മന്തിയും ചോറും അല്ലെങ്കിൽ ഉപ്പുംപുളിയും ചോറും. ഇതിപ്പോഴും വ്രതം തരും. അല്ലടാ, നീ ഹോട്ടലിൽ പോയി ഇറച്ചി മീനും കൂട്ടി തിന്ന്. എനിക്ക് ഇവിടെ ഒക്കെ പറ്റുള്ളൂ. ഒന്ന് ഈ പള്ളിവേട്ടയ്ക്ക് വേട്ടക്കുറിപ്പായിട്ട് നിർത്താനായിരിക്കും, അല്ലെങ്കിൽ പോറ്റിയുടെ കൂടെ ആനപ്പുറത്തിരിക്കാനായിരിക്കും. 12 കൊല്ലം ഞാൻ അവിടെ ആനയെ സ്പോൺസർ ചെയ്തേ. അതായത് ഇപ്പൊ എന്നെ ഇരുന്നോന്ന് തോന്നിക്ക. അമ്മ നിങ്ങളുടെ പെട്ടാത്തിലെ 2-3 കസവും മുണ്ടും നേരിയൊക്കെ കാണണമല്ലേ? അതിന് ഒരെണ്ണം എനിക്ക് എന്നെ അത് കൊടുത്തോണ്ട് ആനപ്പുറത്ത് ഇങ്ങനെ ഞെളിച്ചിരിക്കാം. എന്റെ മുണ്ടിനോട് നിന്റെ കഴിഞ്ഞാണ്ട് ആനപ്പുറത്തിരിക്കാൻ പോണ്. എല്ലാ കൊണ്ടും ആനപ്പുറത്തിരിക്കാൻ വേറെ കിട്ടക്കുട്ടിയാണ്. ഇനിയിപ്പം താലപ്പൊലി എടുക്കണ പെണ്ണുങ്ങളെ വരിയിലൊക്കെ നേരെ പിടിച്ചു നിർത്താനാ അവരെ വിളക്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാനൊക്കെ ആയിരിക്കും. താലപ്പൊലിയുടെ കാര്യം നീ മിണ്ടരുത്. ആദ്യത്തെ കൊല്ലം പേർഷ്യന്ന് പറഞ്ഞ താലപ്പൊലിക്ക് എണ്ണ ഒഴിക്കാൻ പോയതാണ് പച്ചണ്ടി വാസുവിന്റെ മോൾ നിന്റെ തലയിലായത്. എന്റെ ഫോണിന്റെ പേര് നീ എന്താണ്? അമ്പലത്തിൽ നിന്ന് സെക്രട്ടറി വേണമാണ്, കാര്യം പറയാൻ വിളിക്കുകയാണ്. ആ ഹലോ വേണോ? നിങ്ങളുടെ വന്നിരുന്നല്ലേ? ഞാത്തി ഉറങ്ങിപ്പോലെ. ഓ ഞാൻ അറിഞ്ഞു അമ്പലത്തിൽ എന്താ ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിക്കാൻ പോണ്. കമ്മിറ്റിയുടെ പേരൊക്കെ എഴുതി വെച്ചേക്കണമെന്ന് പറഞ്ഞു. എന്താടേ? ഓഹോ വാ 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 ശരി ശരിയാണേ ശരി ശരി. ഓ അമ്പലത്തില് അവസാന ദിവസം സമൂഹ സത്യം ഉണ്ട്. 2000 പേരൊക്കെ സത്യം കൊടുക്കണം. അതിന് 2000 ഇല വേണം. 2 പിള്ളേരെ കൂടെ വിട്ടുതരാം. ഈ എരിച്ചോത്തുള്ള വെയിലത്ത് ആളുകളെ പള്ളും കേട്ടോണ്ട് ഞാൻ ഈ ഏലായി ഇറങ്ങി ഇല വെട്ടാൻ 2000 ഇല. ഇതിനെക്കാളും നല്ലത് ആനയ്ക്ക് ഒലട്ടിത്തോലി വെട്ടാൻ പോണായിരുന്നു. അതാകുമ്പോ കൂടിയ ഉദ്യോഗമായിരുന്നു ഇതിനെക്കാളും. എന്നോടുള്ള ദേഷ്യം ആ ചക്കര പുറത്ത് തീർക്കാതടാ. ഇപ്പൊ ആ ചെറുക്കാൻ മേശ മൊത്തം പൊട്ടി. നിങ്ങൾക്ക് ആദ്യം കൊടുക്കാൻ ചക്ക വെട്ടിപ്പറിക്കാൻ ഞാൻ വേണം, മരത്തിന്റെ മണ്ടയിൽ കയറി കൊഴി ഒടിക്കാൻ ഞാൻ വേണം. എന്നിട്ട് നിങ്ങൾ 2 ആട്ടിനെ വിറ്റിട്ട് നിങ്ങളെ മോന് ബൈക്ക് വാങ്ങിക്കാൻ പൈസ കൊടുത്തു. ഞാൻ ഒരു ബൈക്ക് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചെന്ന മുത്തുമാലെത്തി പണയം വെക്കാൻ വേണ്ടി നിങ്ങളെ മുമ്പ് കെഞ്ചി, നിങ്ങൾ തന്നില്ല. എന്നിട്ട് എന്റെ കൂട്ടുകാർ ഇപ്പൊ 50,000 രൂപ തരാന്ന് പറഞ്ഞപ്പോ അത് നിങ്ങൾക്ക് വേണം. അല്ല അമ്മച്ചി, എനിക്കിപ്പോ വൈകിട്ട് ഒരു അത്യാവശ്യമില്ല. നീ എന്തിനാ അതിന്റെ മണ്ണിൽ ഉദ്യോഗം ഭരിക്കാൻ പോണ? ആ ചെറുക്കൻ പൈസ കൊണ്ട് തരുമ്പോ ഒരു രൂപ പറയാതെ എന്റെ കൈ തന്നോളണം. ഞാൻ നിങ്ങളുടെ കൈ തന്നെ കൊണ്ട് വെച്ചതാ. ഞാൻ പേശയിൽ ഇരുന്നപ്പോ 6 വർഷം മുമ്പ് നാസറിന്റെ അനിയത്തിയുടെ കല്യാണത്തിന് കടം കൊടുത്തതാണ്. അവൻ 50,000 രൂപ. അവൻ ഇപ്പൊ നാട്ടിൽ വന്നപ്പോ അത് തിരിച്ചു തരാന്ന് പറഞ്ഞു. അത് എന്റെ കൈ കൊണ്ട് തരി. നീ എത്ര ചാടിയാലും അതിൽ നിന്ന് 1 രൂപ എടുത്തിട്ട് വൈക്ക് വായിക്കൂല. ഇനി വൈക്ക് വായിച്ചിട്ട് വേണം അതിൽ നിന്ന് ഉരുണ്ടടിച്ചിട്ട് വീട് ഇവിടെ കിടക്കാൻ. ഒരു തുള്ളി വെള്ളം തന്നെ ഇവിടെ ആളില്ല. അയ്യോ
നിങ്ങളെ മോൻ ബൈക്ക് വാങ്ങിച്ചപ്പോ നിങ്ങൾക്ക് എന്തുമാത്രം സ്നേഹമായിരുന്നു. കോയിലിൽ കൊണ്ടുപോയി പൂജീരി പോറ്റിരിന്ന് ഹാരം മാറ്റല്ലേ ഇടണം. എനിക്ക് പുല്ല് ചെറുക്കനെ കണ്ണ് കീഴിട്ടുണ്ടെങ്കിൽ കണ്ടുകൂടാ. എന്നാലും ഞാൻ ബൈക്ക് ഓട്ടിക്കാൻ ചോദിച്ചപ്പോ അവൻ പറയാണ്, മാമ ഇത് പുതിയ മോഡൽ ബൈക്കാണ്, മാമന്റെ കയ്യിലൊന്നും നിൽക്കൂല, മറിഞ്ഞടിച്ച് വീയോന്ന്. ആ ചെറുക്കൻ പറഞ്ഞില്ല എന്തൊരു തെറ്റ്. നിന്റെ പെണ്ണ് നിന്റെ കയ്യിൽ നിൽക്കല്ല, പിന്നെയാണോ ഒരു ബൈക്ക്. ഞാൻ കാണിച്ചുതരാം. നിങ്ങളെ കൊച്ചുമോണ്ടല്ലേ ആ കറാൻകുട്ടി ചെറുക്കൻ, അവനും നിങ്ങളും എന്റെ പെണ്ണും ഞാൻ ബൈക്ക് മാറ്റി അതിൽ കയറി പോണത് കൊതി വിട്ട് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കും. പട്ടി വരും കൊതിയൊക്കെ. അല്ല പിന്നെ ആ നാസർക്ക് ഉച്ചക്കല്ലേ പൈസ കൊണ്ട് വരുന്നത്, അവന്റെ ഒന്ന് ഞാൻ പൈസ വാങ്ങിച്ചെടുത്തോളാം. അവൻ പൈസ കൊണ്ടുവരുമ്പം ചാടി വീണ് അവന്റെ പൈസ പിടിച്ചു വാങ്ങിക്കല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിടിച്ചു വാങ്ങിച്ചാ നീ എന്തെല്ലാടാ തിരിച്ച് ഞാനും പിടിച്ചു വാങ്ങിക്കും. നിങ്ങൾ 50,000 രൂപ ചോദിക്കണം എന്തെന്ന് എനിക്കറിയാം. നിങ്ങളെ പെമ്മക്കൊക്കെ വീതം വെച്ച് കൊടുക്കാനല്ലേ. ഇവിടെ ഊറുന്നതെല്ലാം പെമ്മക്കൊക്കെ കൊടുക്കണം. കോഴിയിടണ മുട്ട, ആട്ടുംപാല്, പിന്നെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കണ അരി, നിങ്ങൾ വാങ്ങിക്കണ പെൻഷന്റെ വീതം. നിങ്ങൾക്ക് എത്ര കൊടുത്താലും സമാനം വരൂല്ലമ്മ. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ പറയും ഞാൻ കൊട്ടില്ലേ, ഞാൻ അവരൊക്കെ എന്തെങ്കിലും കൊടുക്കാൻ എന്റെ ഇരിക്കണം. ഒളിപ്പ് ഒളിപ്പ് ഒളിപ്പ്. ഞാൻ തന്നെ ഒളിച്ചു കൊടുക്കണത്. നീ കാണൊക്കെ കൊടുത്ത നീ എന്നെ എന്തേലും ചെയ്യും. അയ്യോ ഞാൻ നിങ്ങളെ എന്താ ചെയ്യായി? അതല്ലേ കുഴപ്പം. മണ്ണെണ്ണ ചെയ്തോളാണ് ഈ കയ്യിൽ അത്രയും ചക്കയിറക്കായി. ഇരിക്കണ മണ്ണെണ്ണ ഇത് ഒരു ഉപ്പിൽ നിറച്ചിരുന്ന മണ്ണെണ്ണയല്ലേ? ഇതിന്റെയും പാടി നിങ്ങൾ പെമ്മക്കൊക്കെ കൊടുത്താ എന്തിനെടുക്കാന്നാ? ഞാൻ മെനങ്ങാന്ന് റേഷൻ കടക്കാരന്റെ കൈയും കാലും പിടിച്ച് വാങ്ങിച്ചോണ്ട് വന്ന് നിറച്ചൊഴിച്ചു വെച്ചിരുന്ന മണ്ണെണ്ണ കുപ്പി തന്നെ. ഇത് കൊടുക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറഞ്ഞൂടെ? ഞാൻ നിങ്ങളെ ഒരു ചിന്തനെങ്കിലും ഇതുവരെ ചെയ്തിട്ടുണ്ടാ? ഞാൻ പേഷ്യൻ വരുമ്പോ എന്റെ പെണ്ണിന് ഒരു സാരിയ മുട്ടായ സ്പ്രേയ കൊടുക്കണമെങ്കിൽ പോലും നിങ്ങളെ കേട്ട് കേൾപ്പിക്കണം. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. ഞാൻ വാങ്ങിച്ചുകൊണ്ട് വെക്കണ പോലും എന്നോട് ചോദിക്കാതെ എടുത്ത് കൊടുക്കണത്. ഫോൺ കളിക്കണോ? നാസറായിരിക്കും ഇതിനെടുത്താണ്. അമ്മ എന്റെ കയ്യിൽ അരക്കല്ലേ, ഒന്ന് എടുത്താണി. അതിന് മേലോട്ട് ഉറച്ചാണി. അത് തന്നെ. എന്നിട്ട് അവിടെ അതിന് ചെയ്യും. അപ്പോഴത്തേക്ക് ഉറച്ചു കേൾക്കാം. അതിലൊരു കുത്തൊടുക്കി. അത് തന്നെ. ഹലോ നാസറേ, എടാ നീ എപ്പോഴാ വരണത്? ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ്. ഉച്ചയ്ക്ക് മുമ്പ് വരുന്നല്ലേ പറഞ്ഞത്? ഞാൻ നിന്റെ പെണ്ണിന്റെ വീട്ടിൽ പോയടാ. അവളവിടെ ഉണ്ടായിരുന്നു. അവളെ ഏൽപ്പിച്ചിട്ടുണ്ട് 50,000 രൂപ. പൈസ കൊടുത്തെന്ന്. നീ എന്തിന്റെ അവിടെ വീട്ടിൽ കൊണ്ടുപോയി പൈസ കൊടുത്തത്? നിനക്ക് എന്ത് പറ്റിയാ? നീ അവിടെ നിൽക്കുമ്പോ നീ എന്റെ തന്നയക്കണ സാധനങ്ങളൊക്കെ ഞാൻ രഹസ്യമായിട്ട് നിന്റെ പെണ്ണിന്റെ വീട്ടിലല്ലേ കൊണ്ട് കൊടുക്കണത്. നീ അല്ലേ അന്ന് പറയണത് നിന്റെ അമ്മ അറിയാതെ എല്ലാം രഹസ്യമായിട്ട് പെണ്ണിന്റെ വീട്ടിൽ ഏൽപ്പിക്കായി. 5-6 വർഷം മുമ്പ് നീ തന്നയച്ച 3 എന്റെ മാല പോലും നിന്റെ അമ്മ അറിയാതെ ഞാൻ അവിടെയാണ് അവിടെ കൊടുത്തത്. നിനക്ക് എന്തിനു പറ്റി? എടി എനിക്ക് ഇന്നലെ അമ്മച്ചിയുടെ മുമ്പത്തെ ഒരു അബദ്ധം പറ്റി. അത് ഞാൻ തട്ടയ്ക്ക് കുത്തി പറയും പോലെ പറഞ്ഞു തന്നില്ലേ? എനിക്ക് ഇനി എന്റെ മുമ്പ് കുമ്പിടാനൊന്നും വയ്യ. എനിക്ക് തരാൻ വേണ്ടി നാസർ നിന്നെ ഏൽപ്പിച്ച 50,000 രൂപ ഞാൻ തന്ന 3 എന്റെ മാലയും അതെനിക്ക് ഇപ്പൊ വേണം. നിങ്ങളേടെ മുതൽ എഴുതി വെച്ചേക്കണം. പൈസയും തരൂല, മാലയും തരൂല. മാല ഞാൻ ഒരാഴ്ച കഴിയുമ്പോ എടുത്തുതരാം. അമ്മച്ചിയുടെ പണയം വെച്ചെന്തെങ്ങാനും പറയാം. നിങ്ങൾ അമ്മച്ചിയുടെ അടുത്തുനിന്നല്ലേ എടുത്തു തരണത്. ഓനെ തരികയും ചെയ്യും. നടക്കണ കാര്യമുണ്ടെങ്കിൽ വല്ലതും പറയുന്നത്. ഇലയപ്പോ ചായേ അവിടെ എന്നും കൊഴുക്കട്ടന്റെ ഇലയുള്ള ആയിരിക്കുമല്ലോ. ഇത് ചക്കയപ്പോ ഇലയപ്പോ? ഇത് ഇലയപ്പോ ഗോതമ്പിലുണ്ടാക്കിയത്. ചക്കയപ്പോണെങ്കിൽ എനിക്ക് നെഞ്ചരിക്കും. നിങ്ങൾക്ക് നെഞ്ചരിച്ചിൽ വന്നാലേ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞാൽ അത് ഇഞ്ചി ഇടിച്ചൊഴിഞ്ഞു തരും. പണ്ട് നിങ്ങൾ അച്ഛന് നെഞ്ചുവേദന എടുത്തിടുന്ന കിടഞ്ഞപ്പോ അവർ ഇഞ്ചി ഇടിക്കാൻ പോയതല്ലേ? മതിയാകി. എന്റെ അമ്മച്ചിനെ എന്റെ വീട്ടുകാരെ കുറ്റം കേൾക്കാനല്ല നേരം എടുത്തപ്പോ ഞാൻ നിന്റെ അടുക്കളപ്പുറത്തൊന്നിരിക്കുന്നത്. അടുക്കളപ്പുറത്തൊന്നിരിക്കും ആരെങ്കിലും പറഞ്ഞാ നിങ്ങൾക്ക് ആ എറാത്ത് പോയിരുന്നൂടെ? അയ്യോ ഫസ്റ്റ് വന്ന് കാലുമേ കാലും കയറ്റി വെച്ച് ഇരിക്കാൻ പറ്റിയ എറ 2 കാണ്ടാമൃഗത്തിന്റെ അത്രയുള്ള പട്ടികളെ ജനലിന്റെ അപ്പുറമായിട്ട് കെട്ടിയിട്ടിട്ടുണ്ട്. അതിന്റെ കൊരെ ഉത്സവപ്പറമ്പില് തമിഴ് പാട്ട് ബോക്സ് ഇടും പോലെ. പിന്നെ പട്ടിമുദ്രത്തിന്റെ പട്ടി തീരത്തിന്റെ നാറ്റമാണെങ്കിൽ പറയും വേണ്ട. 1 കിലോമീറ്റർ അപ്പുറത്തെത്തും. പട്ടിപ്പൂട കാരണം അതുവഴി വരാൻ പറ്റില്ല. എറാത്തോന്നിരിക്കും. ഇത്രയും സഹിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണതിന് എന്റെ പൈസയും സ്വർണ്ണവും കൂടെ ആയിപ്പോയില്ലേ? ഉടനെ പിടിച്ചിരുന്ന കാലം കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ എന്താ അനുഭവിക്കണം? ഞാനല്ലേ അനുഭവിക്കണത്. അവിടെ നിൽക്കാന്ന് വെച്ചാൽ നിങ്ങൾ അമ്മച്ചിയുടെ നാക്കാരണം എനിക്ക് അവിടെ ജീവിക്കാൻ നിവർത്തിയില്ല. ഇവിടെ സമാധാനമായിട്ട് നിൽക്കാന്ന് വെച്ചാൽ ഓരോന്നും ചോദിച്ചുകൊണ്ട് നിങ്ങൾ കൂടെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കോളൂ. ഇനി ഞാൻ ഇവിടെ വന്നത് നിനക്ക് ഇഷ്ടമേ അല്ലെന്നുള്ള എനിക്കറിയാം. എന്റെ കൂടെ ഗൾഫിൽ നിന്ന് എന്റെ കൂട്ടുകാരന്മാരെ വിളിച്ചാല് ഈ സെക്കൻഡിൽ എനിക്ക് ആവശ്യമുള്ള പൈസ തരും. എന്റെ കയ്യിൽ പൈസ ഇരിക്കുമ്പോ ഞാൻ നിന്നെ അവന്മാരുടെ ചോദിക്കണത്? നീ മര്യാദയ്ക്ക് പൈസ എടുക്കും. എന്റെ കിട്ടിയ പൈസ ഞാൻ തിരിച്ചൊന്നും തരില്ല. എനിക്കും ചെലവുകളുണ്ട്. പിന്നെ നിങ്ങളെ ഒരു കൂട്ടുകാരും നിങ്ങൾക്ക് കടവും തരില്ല. അതിന്റെ തോന്നലാണ്.
ഞാൻ അവിടെ ചോദിക്കാനെന്ന് അറിയാമോ? മാസം തോറും ഞാൻ നിനക്കും അമ്മച്ചിക്കും മാറി മാറി പൈസ അയക്കണം അവർ കണ്ടോണ്ടിരിക്കുകയാണ്. നാട്ടിൽ ഞാൻ വന്ന് നിന്നപ്പോഴേ നിങ്ങളെ കയ്യിൽ പൈസ ഇല്ലെന്ന് അവരറിഞ്ഞാലേ നിങ്ങൾക്കാണ് എന്റെ നാണക്കേട്. അതറിയാമോ? എനിക്ക് മതി, കുടിക്കാത്തിരി വെള്ളം ചെടി. നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞൊഴിയാൻ നോക്കണ്ട. നിങ്ങൾ മുമ്പ് കടം കൊടുത്ത് സഹായിച്ച നാസനോട് ചോദിച്ചു നോക്കിയാണി, അങ്ങനെ ഒരു നയാ പൈസ പോലും ഇനി സഹായിക്കില്ല. അതിന്റെ തോന്നലാണ്. ഞാൻ ചോദിച്ച ഈ നിമിഷം അവൻ എനിക്ക് ആവശ്യമുള്ള പൈസ. പിന്നെ ഞാൻ ചോദിക്കാത്തതേ, എന്റെ കയ്യിൽ പൈസ ഇരിക്കുമ്പോ ഞാൻ വെറുതെ കടം ചോദിക്കണെന്നിന്. എന്നൊരു വെള്ളം ചോടയുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരുടെ പൈസ ചോദിക്കും, തരുമെന്ന് അറിയാമല്ലോ. എന്റെ ചുമ എന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നീ എന്റെ പൈസ മര്യാദയ്ക്കരുത്. അപ്പം നിങ്ങൾക്ക് പേടി. നിങ്ങൾക്കറിയാം നാസർ ഒന്നും തരൂലെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ നാസറിനൊന്ന് വിളിച്ചു നോക്കി. നീ പോയി. ഒരു റൂമിൽ കഴിഞ്ഞ് ഞങ്ങളുടെ സഹകരണത്തിനെ കുറിച്ച് നിനക്ക് എന്തെന്നറിയാം? ഓഹ്, ഒരു സഹകരണം. നിങ്ങൾ ചോടയുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കി. ഇപ്പൊ കാണിച്ചു കാര്യം. നിങ്ങൾ ചെവിയിൽ വെച്ച് രഹസ്യമായിട്ട് വിളിക്കണ്ട, ഉറച്ചു വെക്കി, ഞാനും കൂടെ കേൾക്കട്ടെ. നിങ്ങോട്ട് പോയി ഞാൻ ക്യാപ്പിച്ചു തരാം. എന്നാടി നീ ഉറച്ചു കയറി. അളിയാ നാസറേ, എടാ എനിക്ക് അത്യാവശ്യമായിട്ട് ഇത് പൈസയുടെ ആവശ്യപ്പെടാ, മറിക്കാൻ കാണുമോ? അളിയ നീയാടാ, സോറിയടാ. കേട്ടല്ലേ? അളിയ നീ വേറൊന്നും വിചാരിക്കില്ലേടാ. ഞാൻ പറഞ്ഞില്ലേ, ഒരു പൈസ എങ്ങനെ തരൂല. അളിയാ പറയടാ. ഇടാ, ഇന്നലെ നീ ഫോൺ വിളിച്ചപ്പം ഫോൺ ലൗഡ് സ്പീക്കറിലാണെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. അതാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. നിന്റെ കരച്ചിലും അമ്മ അമ്മ എന്നുള്ള വിളിയൊക്കെ കേട്ട് എനിക്ക് വല്ലാത്ത വിഷമമായിടിയാ. ഞാനും ഷമീനയും കൂടെ കാലത്ത് നിന്റെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വിചാരിച്ച് വേണ്ട, നിന്നെ ഇങ്ങോട്ട് വിളിക്കാമെന്നും. നിന്നെ വിളിക്കാതിരിക്കുകയായിരുന്നല്ലേ ഞാൻ. നീ ഒരു കാര്യം ചെയ്യും, ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വാ. എൻ്റെ കടപ്പണി കിടക്കുകയല്ലേ, അതിന് വേണ്ടിയിട്ടാണ് 5 ദിവസത്തെ ലീവിന് വന്നത്. സിമൻറ്റുകാരന് കൊടുക്കാൻ പറ്റിയിരുന്ന കുറേ പൈസ എൻ്റെ ഇരിക്കണം. അവന് ഞാൻ ചെന്നിട്ട് അയച്ചു കൊടുക്കാം. അതിൽ നിന്നൊരു 50,000 രൂപ നീ വെച്ചോ. പിന്നെ അളി, അന്ന് നീ മാല വാങ്ങിച്ചപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഷമീനൊക്കെ ഒരു മാല വാങ്ങിച്ചല്ലേ. അതെന്താ ഇവിടെ ചുമ്മാ ഇരിക്കണം അളിയാ? അത് നീ എടുത്ത് നിൻ്റെ അമ്മയെ കൊണ്ട് കാണിയില്ലേ. അമ്മയും ഭാര്യയൊക്കെ ഈ ജമ്മു അല്ലേ ഉള്ളളിയാ. ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും? അളിയ, പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ മറ്റന്നാൾ പോവുകയാണ്. അവിടെ ചെന്നാൽ ഉടനെ അളിയനൊരു വിസ എടുത്ത് അയച്ചേരും. അളിയൻ കയറി വരണം. ഇവിടെ കൊച്ചാപ്പയും മാമയൊക്കെ നാട്ടിൽ വരണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കയറ് പൊട്ടിക്കുകയാണ്. എനിക്ക് ഇവിടെ പണി കിടക്കുന്നതുകൊണ്ട് കൂടെ നാട്ടിൽ വരണം. നീ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് സമാനമായിട്ട് വരാം. പിന്നെ ഇനി നീ ഉണ്ടാക്കണ പൈസയൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം. ഓക്കെ അളിയാ? കേട്ടാടി, നീ വേഷം കേട്ടാ? എന്റെ അമ്മച്ചി എന്നെ കാണാൻ തുടങ്ങിയിട്ട് 48 കൊല്ലമായി. നീ എന്തോ ജീവിക്കാൻ തുടങ്ങിയിട്ട് 16 കൊല്ലമായി. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ വിശ്വാസമില്ല. നിങ്ങളെ സ്വർണവും പൈസയൊക്കെ എനിക്ക് തന്നാൽ തിരിച്ചു കിട്ടുമെന്നൊരു പേര്. ഈ നാസുണ്ടല്ലേ, 3 കൊല്ലമാണ്, 3 കൊല്ലം എന്നോട് പേർഷ്യയിലെ റൂമിൽ കഴിഞ്ഞത്. എന്നിട്ട് അവൻ വേറെ കമ്പനിയൊക്കെ തുടങ്ങി അവൻ രക്ഷപ്പെട്ടു. പക്ഷെ അവൻ എന്നെ ആഴ്ച ഒരിക്കൽ വിളിക്കും, മാസത്തൊരിക്കൽ വന്ന് കാണും. ഞാൻ അവന്റെ മുറിയിൽ പോകും. അവൻ നാട്ടിൽ വരുമ്പോഴൊക്കെ നിനക്ക് അമ്മച്ചി അറിയാതെ പലതും ഞാൻ കൊടുത്തയക്കും, അമ്മച്ചിക്ക് കൊടുത്തയക്കും. അവൻ പറഞ്ഞത് കേട്ടാ? അതാണ് ഈ മനുഷ്യത്വം, അതാണ് സ്നേഹം. മനസ്സിലായ? ദേശം നിൽക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും നാട്ടിൽ ചെന്ന ഭയങ്കര കാര്യമായിരിക്കും എല്ലാവർക്കും. അങ്ങനെ ഉള്ളവരുണ്ട്. ഓരോ കൂട്ടുകാരന്മാർ പോയിട്ട് വന്നിട്ട് അവന്റെ അമ്മയുടെയും ഭാര്യയുടെയും സഹോദരിമാരെയൊക്കെ സ്നേഹം പറയണായിട്ടുണ്ടല്ലേ. വീട്ടിൽ നിന്ന് നിന്റെ ഫോണുമൊക്കെ വരുമ്പോഴും പേടിയാണ്. എന്താണ് വിളിച്ച് പറയണമെന്ന് അറിയാക്കൂലല്ലോ. മതി, സമാധാനമായി. ഞാൻ കയറി പോകരുത്. ഇനി ഇതിന് ഇങ്ങോട്ട് വരൂല കേട്ടാ. എന്റെ പൊന്നോ, മതി. ആ ബിജു, എടാ നീ ഒരു 1:30 മണി കഴിയുമ്പോ വാ. ഫ്ലൈറ്റ് 4 മണിക്കാണ്. ഇല്ല, കൂടെ വരാനൊന്നും ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഓ, എങ്ങനെയും 2 മണിക്കകത്ത് വന്നാലും മതി. ഓക്കേടാ, ഓക്കെ. ഞാൻ കൊണ്ടുപോകാനുള്ള 3-4 ഷർട്ട് തേച്ചോണ്ടിരിക്കണം. ഓക്കെ. കുന്നത്തെ നീലാണ്ടം വന്ന് നിന്നെ തിരക്കിട്ട് പോയി. അങ്ങേരത്തിന് എന്നെ തിരക്കണത്? നീ ഇന്നാണ് പേർഷ്യ പോണെന്ന് ചോദിച്ചോണ്ടാണ് വന്നത്. നിന്നെ അങ്ങനെ വിളിച്ചോളാന്ന് പറഞ്ഞു. എനിക്ക് ഇങ്ങനെ പണ്ടേ കണ്ടുകൂടാ. പണ്ട് ഞങ്ങൾ കൊച്ചായിരുന്നപ്പം
കല്യാണങ്ങൾക്ക് പോകുമല്ലേ ഇത്. അപ്പോൾ ഉണ്ണാനായിട്ട് കയറുമ്പോൾ ഇങ്ങനെ വാതിൽ ചെറുത്ത് നിൽക്കും. അതിന് കാരണം ഞങ്ങളെ പെടലിൽ പിടിച്ച് കളഞ്ഞിട്ട് പറയും കൊച്ചുപിള്ളേർക്ക് അവസാനം. മോളിലത്തെ ഓമന ചേച്ചിയുടെ കല്യാണത്തിന് ഞങ്ങൾ ഇങ്ങനെ വെട്ടിച്ച് കയറി ഇലയിൽ ഇരുന്ന് ചക്കരൊട്ടിയും പപ്പടവും പഴവും ഒക്കെ എടുത്തപ്പോഴാണ് ഓടി വന്ന് കാളന്ന് തൂക്കി എടുത്തിട്ട് ഇറങ്ങിപ്പോയിട്ടാണ് പറഞ്ഞുകൊണ്ട് വെളിയിൽ കളഞ്ഞു. അവൻ ചെയ്യണേന്റെ കൂലി അവന് കിട്ടും. പണ്ടേ കാലമാണ് പിന്നെ ഇപ്പൊ കാലം കയ്യോടനെ തന്നെ കിട്ടും. പണ്ട് ഞാൻ പേർഷ്യയിൽ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഇവിടെ എന്തൊരാളായിരുന്നു. ചേച്ചിമാര്, അളിയന്മാര്, അവരുടെ മക്കള്, മാമന്മാര്, അപ്പച്ചിമാര്, പിന്നെ പേർഷ്യയിൽ പോകുമ്പം അവിടെ നിൽക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി അച്ചാറും കൊണ്ടുവരണവര്, എഴുത്തും കൊണ്ടുവരണവര്, പിന്നെ ഗുളിക കൊണ്ടുവരണവര്. ഇപ്പൊ എന്താ ആരുമില്ല. ഞാൻ ഇതിന് പറയണത് നിങ്ങൾ മെനങ്ങാണ്ട് രഹസ്യമായിട്ട് വിളിച്ച് പറഞ്ഞ ഞാൻ കേട്ടല്ലേ, ഞാൻ ഇന്നാണ് പോണെന്ന്. എന്നിട്ട് അവര് വന്ന അപ്പം എന്നെ കാണുമെന്ന് അറിയില്ല. ഞാൻ വിളിച്ചു പറയാത്തോണ്ട് വാശി വെച്ച് വന്നില്ല. നീ പോണ ദിവസമായിട്ട് നിന്റെ പെണ്ടാട്ടി പോലും ഒന്ന് തിരിഞ്ഞു നോക്കിയാ. പിന്നെ എന്റെ പെമ്മക്കള് വിളിക്കാതെ വരെ അവര് അത്ര കടുപ്പണം കേട്ടോ ഒരാടാ. എന്റെ പൊന്നമ്മ, പണ്ടൊക്കെ ഞാൻ വിളിച്ചിട്ട് തന്നെ ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ ഇവിടെ വരുമ്പോ അവരിവിടെ കാണും. വെട്ടി പൊട്ടിക്കുമ്പോ രണ്ടും കൂടെ അപ്പുറം നിൽക്കും. എന്നിട്ട് അതിനകത്ത് കിടക്കുന്ന സ്പ്രേ, സോപ്പ്, പൗഡർ, കൊടാലി തൈലം, പെൻസില്, പേന, മുട്ടായി, കൊട എല്ലാം എടുത്തോണ്ട് പോകും. ആദ്യമൊക്കെ 2 മുട്ടായി എടുക്കണമെങ്കിൽ ഞാൻ പിന്നെ ആദ്യമേ പോയി വാങ്ങിക്കണം. പിന്നെ നിന്റെ നല്ലത് ആരെയും അവർ ഇത്ര സ്വാതന്ത്ര്യമായിട്ട് ഇതൊക്കെ എടുക്കും. അമ്മ എടുക്കണേന്ന് ഞാൻ വല്ലതും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലേ. മൂത്താളിയെ ഞാൻ ഒരു ടേപ്പ് റെക്കോർഡർ ആദ്യം കൊണ്ടുവന്നു. എന്റെ കട്ടകാലത്തിന് ഞാൻ അതിന് സാമ്പശിവന്റെ അനീസയിട്ട് അപ്പോഴും എനിക്കിത് വേണം, ഞാൻ ഇതെല്ലാം നല്ലപോലെ കേട്ടിട്ട് അടുത്ത ആഴ്ച കൊണ്ട് തരാതെ കൊണ്ടെടുത്തോണ്ട് പോയി. ഇതുവരെ തന്നിട്ടില്ല. രണ്ടാമത്തെ തവണ ഞാൻ കൊണ്ടുവന്ന ടേപ്പ് പ്രേമനസീറിന്റെ വടക്കം പാട്ടിലെ പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞോണ്ട് ഇളയളി എടുത്തോണ്ട് പോയി. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലേ. 3-ാം തീയതി കൊണ്ടുവന്നത് നിന്റെ പെണ്ണുവീട്ടാരന്റെ എടുത്തോണ്ട് പോയത്. എനിക്കുള്ള അങ്ങനെ പലതും ഓരോരുത്തരായിട്ട് കൊണ്ടുപോയി. പക്ഷെ ഇങ്ങനെ ഞാൻ കണക്കൂട്ടി വെച്ചിട്ടുണ്ട് എങ്ങനെ ചെയ്യണമെന്ന്. നീ കൂട്ടിയാലും ശരി കുടിച്ചാലും ശരി മാസം എനിക്ക് 10,000 രൂപ അയച്ചേക്കാം. ഒരു പൈസ, ഒറ്റ പൈസ ഞാൻ അയക്കൂലല്ലേ. ഞാൻ എല്ലാം തിരക്കമ്മ. ഞാൻ പലപ്പോഴായിട്ട് അയച്ചു തന്ന പൈസ ചിട്ടിയും പാട്ടും ഒക്കെ കെട്ടിയിട്ട് 2,60,000 രൂപ സൊസൈറ്റിയിൽ ഇട്ടിട്ടുണ്ട്. ആരാ പറയട്ടെ. എന്നിട്ട് 4 പേരൊക്കെയായിട്ട് നിങ്ങൾ പലിശക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാസം 7,000 രൂപ പലിശ കിട്ടും. പിന്നെ നിങ്ങൾക്ക് തന്നെ പൈസ അയക്കണേ. ഇന്നലെ നീ മേലോട്ട് കയറി പോയപ്പോഴേ എനിക്ക് മനസ്സിലായി ആ കോമതി ഊതി കേട്ടി തന്നേയിരിക്കുമെന്ന്. എന്തിനാ നിങ്ങൾ അവരെയൊക്കെ പറയേണ്ടത്? എനിക്കറിയാലോ നിങ്ങളെ സ്വഭാവം. ഒരു കാര്യം ചെയ്യും. കാരണം നിങ്ങൾ എനിക്ക് പണ്ട് തന്ന മോതിരമാണ്. ഇത് ഉയരുള്ള സാധനമാണ്. ഇത് എന്റെ കൈ കിടന്നാൽ എനിക്ക് സമാനം കിട്ടൂല. നിങ്ങൾ വെച്ചോളി. നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാം. ആരാണെന്ന് വിളിക്കുന്നത്? ഹലോ, ആ അമ്മ പറഞ്ഞു എന്താ തിരക്കിയത്? ഞാൻ ഇന്ന് പോണ്. ഇല്ല ബന്ധമൊന്നും വിടർത്തിയില്ല. ഇല്ല ഇതുവരെ വിടർത്തിയില്ല. ഇനിയിപ്പം ഞാനായിട്ട് വിടർത്തലില്ല. അവര് വിടർത്തണമെന്ന് പറഞ്ഞാൽ ഞാൻ വിടർത്തി കൊടുക്കും. അല്ലാതെ എന്തെങ്കിലും വിടർത്തിയല്ലേ പറ്റുള്ളൂ. നിനക്ക് എന്റെ ഭാര്യയുടെ കുഞ്ഞമ്മേരെ മോളെ അറിയാം? പിന്നെ അറിയാം. അവള് കൊച്ചിലെ നിന്നോട് പഠിച്ചല്ലേ? അവള് ഭർത്താവിനെ കളഞ്ഞിട്ട് വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അവളല്ലേ അവിടെ ഭർത്താവിനെയും അമ്മാവിയും കൂടെ കിരട്ടി തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയത്. പോലീസ് കേസൊക്കെ ആയല്ലേ? പോലീസ് കേസൊക്കെ തീർന്നല്ലേ? ഞാൻ നിന്നെ വിളിച്ചത് നീ പച്ചണ്ടിയിലെ മോളുമായിട്ടുള്ള ബന്ധം പുലർത്തണമെങ്കിലേ ഇവളെ നിനക്കൊന്ന് ആലോചിച്ചെന്നത് ചോദിക്കാനാണ്. നിങ്ങൾ എന്തെങ്കിലും പറയണത്? ഇവിടെ അവക്ക് ഇത്തിരി അക്രമവും ഉപദ്രവവും ഒക്കെ ഉണ്ട്. നിന്റെ അമ്മേരെ കയ്യിലാവുമ്പോ അവളെ ഒതുങ്ങും. ഞാൻ വല്ലതും വിളിച്ച് പറയും കേട്ടോ. ഞാൻ മനസമാനത്തിനാണ് ഇവിടുന്ന് എല്ലാം കൂടെ 2 ഭാഗത്താക്കിയിട്ട് കയറി അന്യനാട്ടിൽ പോണത്. ഞാൻ ഈ തീരിയ മാമിനെ കൂടെ ഒരു കൂട്ടിലായി കൊടുക്കണം. നിന്റെ അമ്മയുടെ ഇവിടെ ചേരൂടാ. നിങ്ങൾ പറ്റിക്ക് പോയാണി. പറയട്ടെ, അയ്യാ, നിനക്കൊരു ജീവിതം വേണ്ടേ? ജീവിതം ഉണ്ടാക്കി തരാൻ വന്നേക്കണം. പോയി.